ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് ഷാപ്പിലെ മീൻ കറി വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ എങ്ങനെയുണ്ടാവും? കിടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടു ആയിരിക്കൂടോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് അയില എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം. എന്നിട്ട് ഇവനെ കൊണ്ട് വേണം നമുക്ക് നമ്മളുടെ പരിപാടിയിലേക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ എന്തായാലും എന്താ അയിലേക്ക് ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള അയില തന്നെ വേണം നമുക്ക് എടുക്കാനായിട്ട്. കൊടുത്ത് ചാളയെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും അയിലേനെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലതായ ഇതേപോലെ ഇങ്ങനെ വെട്ടിക്കഴുകി ഇങ്ങനെ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളിയുണ്ട്, അതേപോലെ സവാളയുണ്ട്, മാങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, കടുകുണ്ട്, ഉലുവയുണ്ട്, പിന്നെ കുറച്ച് ഫ്രൈയും ചെയ്യാം എന്നൊക്കെ കരുതി മാറ്റി വെച്ചിരിക്കുന്നു. അങ്ങനെ ഇത്രയും ഐറ്റംസൊക്കെ നമ്മളിവിടെ റെഡിയാക്കിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും എന്താ ഇവിടെ ഇങ്ങനെ പൊടികളൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, അതായത് അല്പം മല്ലിപ്പൊടി, പിന്നെ പച്ചമുളക് നീളത്തിലരിഞ്ഞത്, അങ്ങനെ ഇത്രയും ഐറ്റംസൊക്കെയാണ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി ആദ്യം തന്നെ നമുക്കൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചാണ്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഈ കറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. അതിനുശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകും ഒന്ന് പൊട്ടിയൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതാ കുറച്ച് ഉലുവയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം ഉലുവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതും കൂടി അങ്ങോട്ട് നല്ലതുപോലെ ഒന്ന് മൂത്തൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതേപോലെ തന്നെ നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ആ എണ്ണയിലൊക്കെ അങ്ങോട്ട് തിളച്ചങ്ങോട്ട് മറിഞ്ഞങ്ങോട്ട് ഈ രീതിയിൽ അങ്ങോട്ട് ആയി വരുമ്പോഴത്തേക്കും നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഒരു 3-4 പച്ചമുളക് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് ക്യൂബായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള, അതായത് ഒരു സവാളയുടെ പകുതി മതിയാവും, അത് ഇതിലേക്ക് അങ്ങോട്ട് ഈ സമയത്ത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതൊന്ന് മൊരിച്ചങ്ങോട്ട് എടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തോളൂ. ഈ കറിക്ക് കറിവേപ്പില എത്ര കൂടിക്കഴിഞ്ഞാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അല്ലേ? എന്നാലും ഒരു പിടി കറിവേപ്പിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ ഉണ്ടാവും. അത് നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ എപ്പോഴും കറികളിൽ ചേർക്കാൻ നോക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ ഷാപ്പിലെ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എരിവിത്തിരി മുന്നിൽ തന്നെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത്രയും എരിവ് ചേർത്ത് കൊടുക്കാം. കാരണം എരിവെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. നമ്മളുടെ കൂട്ടുകൾ ഇതായി ഇവിടെ നിന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇവനെ ഒന്ന് മൊരിച്ചെടുക്കാം. അങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ലതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ കൂട്ടിലേക്ക് ഈ കുഞ്ഞുള്ളിയും കൂടി അങ്ങോട്ട് ചേർത്തങ്ങാട് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റായിട്ട് അങ്ങോട്ട് എടുക്കുക. ഇതായിപ്പോൾ നല്ലതുപോലെ അങ്ങോട്ട് കൂട്ടൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് ഇപ്പോൾ കൂട്ടൊക്കെ എല്ലാം തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തിൻ്റെ പച്ചമണമൊക്കെ എല്ലാം മാറി നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ടൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ മാങ്ങാ കഷ്ണങ്ങൾ കൂടി അങ്ങോട്ട് ചേർത്തങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെയുള്ള കറികൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ ഷാപ്പിൽ നമ്മൾ ഭക്ഷണം കഴിക്കാം, അതായത് ചോറ് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ ഇത്. ഈ മാങ്ങ ചേർത്തത് ചിലപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലാത്ത സമയത്ത് പുളി ചേർത്തിട്ടോ അല്ലെങ്കിൽ ഈ നമ്മളുടെ ബിലിമ്പിക്ക ചേർത്തിട്ടോ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതേപോലെ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര രുചി എന്ന് പറഞ്ഞാൽ ഭയങ്കര രുചിയാണ്. അപ്പോൾ നമ്മൾ മാങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇവനൊന്ന് തിളച്ചൊന്ന് വരാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം പുളിയൊക്കെ ഒന്ന് ഇളകിയൊന്ന് കിട്ടാനുണ്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ തിളച്ച് ഒന്ന് മറിഞ്ഞ് ചാറൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മീൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നെ വാലിൽ പിടിച്ചിങ്ങനെ നേരത്തെ അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ചങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ മീനായിട്ട് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ എല്ലാ മീനും ഇതേപോലെ അങ്ങനെ നേരത്തെ അങ്ങോട്ട് വെച്ചതിന് ശേഷം നമുക്കിതിനെ ആ ചാറൊക്കെ അങ്ങോട്ട് കോരി അങ്ങോട്ട് മേളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ നല്ല കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ ചേർത്ത് അങ്ങോട്ട് കൊടുക്കാനായിട്ട് മറക്കാതിരിക്കുക. അതിനുശേഷം നമ്മളുടെ മീൻ കറി ഇപ്പോൾ ചെറിയ രീതിയിലൊന്ന് തിളയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് വിതറി അങ്ങോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് തുറന്നങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും കണ്ടോ ആ മീൻ കറി ഇരിക്കുന്ന ഇരിപ്പ് അങ്ങോട്ട് കണ്ടോ. ഞങ്ങളുടെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് കോരിയിട്ടിട്ട് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കുറച്ച് ചാറും കുറച്ച് മാങ്ങാ കഷ്ണം ഒരു കഷ്ണം പച്ചമുളകും ഒക്കെ കൂടി അങ്ങോട്ട് ചോറ് അങ്ങോട്ട് കുഴച്ച് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.